ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത 2 പേർക്ക് എൻ്റെ വലിയൊരു താങ്ക്സ് ട്ടോ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ആരാണെന്ന് അറിയില്ല, പക്ഷെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാ എന്നെ പോലെയുള്ള കിറുക്കുള്ളവരായിരിക്കുന്നു വിചാരിക്കുന്നു, സോറി. അപ്പോൾ എന്തായാലും ഞാനിതാ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മളെ വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വെള്ളിയാഴ്ചത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വ്യാഴാഴ്ച തൊട്ടിട്ട് ക്ലീനിങ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് നമുക്ക് ഈ മാറാല തട്ടുക കൊട്ടുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, പിന്നെ തിരുമ്പല് കാര്യങ്ങൾ, അതെല്ലാം ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെക്കും. അപ്പൊ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വീഡിയോയിൽ ഉള്ളത് നമ്മൾ ജസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ എന്നാലും അല്ലറ ചില്ലറ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വ്യാഴം വെള്ളി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ക്ലീനിങ് ദിവസമാണ്. വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമ്മയുടെ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആശ്വാസത്തിലൊന്നും ഇരിക്കുന്ന ഒരു ടൈമായോ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ പിന്നെ ശരി എന്തിനും നമുക്കും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അത് ഒരു കണ്ടന്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അത് ഒരു മോട്ടിവേഷനോ, ചിലവർക്ക് ഈ ക്ലീനിങ് ഒക്കെ കണ്ടെന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷനൊക്കെ ആവില്ല. അപ്പം ഞാൻ വഴി ആർക്കെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷൻ ആവുകയാണെന്ന് വെച്ചാൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യണ കാര്യം, ബെഡ്ഷീറ്റൊക്കെ കംപ്ലീറ്റ് തലേ ദിവസം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. എല്ലാം തിരുമ്പാനും ഇതിനൊക്കെ തിരുമ്പിയിട്ടൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറെ പുതിയ, അതായത് വെള്ളിയാഴ്ച ദിവസം ഞാൻ വേറെ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുള്ളൂ. അങ്ങനെ വേറെ പുതിയ ബെഡ്ഷീറ്റ് നമ്മളുടെ കയ്യിൽ ഉള്ളത് കേട്ടോ. അന്നത്തെ ദിവസം പുതിയതായിട്ട് പർച്ചേസ് ചെയ്തത് എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ ഉള്ളയിൽ നല്ല വൃത്തിയുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള പുതിയൊരു ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കും. അല്ലെങ്കിലും എനിക്ക് ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മോളുണ്ട്, ആൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന ആളാണ് ബെഡിൽ. അപ്പം ഞാനത് മാറ്റും. പിന്നെ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റും കേട്ടോ. പിന്നെ ബെഡിൽ വേറൊരു സംഭവം നമ്മൾ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ മൂത്രം ഒന്നും ഒഴിച്ചാൽ, വെള്ളം ഒന്നും ഒഴിച്ചാൽ ഇതിലൊന്നും ആവാതിരിക്കാൻ, ബെഡിലൊന്നും ആവാതിരിക്കാൻ നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ അലർജി ഉള്ളവർ അത് ഉപയോഗിക്കുന്നത് കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഞാൻ തിരികെ അലർജിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. പെട്ടെന്ന് ഡസ്റ്റ് ആഗിരണം ചെയ്യും അത്. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ കെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും, അലർജി എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പം വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ അത് വാങ്ങിച്ചോളൂ. അപ്പോൾ ഞാനിതാ ഞാൻ പറഞ്ഞല്ലോ, അടിക്കല് തട്ടല് കൊട്ടല് ആ സംഭവങ്ങളൊക്കെ അടിച്ചു വരണം. എന്തായാലും കൊട്ടല് ഇങ്ങനെയൊക്കെ ഉണ്ട്, മാറാല കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ തലേ ദിവസം തന്നെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പണികളുള്ളൂ. അത് നമ്മൾ ജനൽ തുടയ്ക്കുക, വാതിലുകൾ തുടയ്ക്കുക. വാതിലുകളൊന്നും എന്തെങ്കിലും ഞാൻ ക്ലീൻ ചെയ്യണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അവന് എന്താ പറയാ, അങ്ങനെ ഒക്കെ ഒന്ന് അല്ലാതെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്താലും നാളേക്ക് അത് വൃത്തികേടാക്കാൻ നമുക്ക് മക്കളും കാര്യങ്ങളും നമ്മളുടെ ഉള്ളത് കൊണ്ട് പിന്നെ അത് വലിയ വിഷയമല്ല. ചെയ്താലും അത്ര പെട്ടെന്ന് കുറച്ച് ആ ഒരു സമയം ഒരു കാമൻ ക്വയറ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ക്ലീനൊക്കെ ചെയ്തിട്ട് കുറച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ സമയം നമുക്ക് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഡീപ്പായിട്ട് ഇരിക്കണത് നമുക്ക് ഒരു ഹാപ്പിനെസ് തരും. ഞാൻ ഭയങ്കര അങ്ങനെ ഒരു ഹാപ്പിനെസ്സും ശാന്തതയൊക്കെ ആഗ്രഹിക്കുന്ന ആളുടെ കൂട്ടത്തിലാണ് കേട്ടോ. എന്നാൽ വല്ലാണ്ട് ചില സമയത്ത് ശാന്തത എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയമെങ്കിലും അത് നീറ്റായിട്ട് ഇരിക്കണം. അല്ലാച്ചെങ്കിൽ അത് വലിച്ചിടുമ്പോൾ കുറച്ച് ചെറിയൊരു OCDയുടെ പ്രശ്നമൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തന്നെ. അതായത് ഗ്യാസ് സ്റ്റൗവിൽ എന്തെങ്കിലുമൊക്കെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് കൈയൊക്കെ ഇട്ട് അതിസാഹസികമായിട്ട് ഞാൻ തുടയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. പലതവണ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്, എന്നാലും ഞാനത് പഠിക്കൂല. എന്താണെന്നറിയില്ല, അങ്ങനെ അങ്ങോട്ട് ചെയ്യാനൊരു തോന്നിച്ചാണ്. അത് വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല. ആരെങ്കിലും വേണമെന്ന് വെച്ചിട്ട് നമ്മളെ കൈ കൊണ്ടിട്ട് തേയിൽ കൊണ്ട് തട്ടിക്കോട്ടെ മുട്ടിക്കോട്ടെ പറഞ്ഞ് ചെയ്യില്ലല്ലോ. പക്ഷെ എന്തോ അങ്ങനെ ചെയ്താലൊരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ നിങ്ങളിലൊക്കെ വെള്ളിയാഴ്ചകൾ എങ്ങനെയാണ്? ഇതുപോലെയാണോ? ഞാൻ ചില വെള്ളിയാഴ്ച നല്ല എന്താ പറയാ, നല്ല
ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഉത്സാഹം ഉന്മേഷമൊക്കെ ആയിരിക്കും കേട്ടോ. ഇന്ന് പിന്നെ ഫുഡ് ഉണ്ട്, അപ്പൊ പിന്നെ ഉച്ചയ്ക്കൊന്നും ആരും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അത് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാന്ന് കരുതി. അപ്പൊ ഇന്ന് മെയിൻ ആയിട്ട് എന്റെ വീഡിയോയിൽ ഫുൾ ആയിട്ടുള്ളത് ക്ലീനിങ്ങിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ക്ലീനിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്ത, കാരണം ഒരു ദിവസം ചെയ്ത 4 ദിവസം എടുക്കണം എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഈ ഡസ്റ്റ് അലർജി എന്ന് പറയുന്നത് ഒരു തവണ ചെയ്താൽ മതി, പിന്നെ തുമ്മിയും കൊണ്ട് പിന്നെ നമ്മള് 4 ദിവസം നമുക്ക് റെസ്റ്റ് തരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനെ അലർജി ഇല്ല. ഇനിയിപ്പോ പറഞ്ഞാൽ ഇനി വരുമോ എന്തോ ചോദിക്കാനും പറയാനുമായിട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അറിയില്ല. എന്തായാലും അൽഹംദുലില്ലാ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരെ കുഴപ്പമില്ല കേട്ടോ. അപ്പോ അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നു. അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചാലേ, നമ്മള് അലർജി ആണെന്ന് ഞാൻ അറിഞ്ഞ സമയത്ത്, അതായത് എനിക്ക് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതാണ് ഈ അലർജി എന്ന് പറയുന്ന ഒരു സംഭവം. അതിന് മുമ്പിട്ട് നമ്മൾ അടിച്ചുവാരലും കാര്യങ്ങളും തട്ടലും കൊട്ടലും എല്ലാം ഉണ്ട് വെച്ചെങ്കിൽ നമുക്കത് അങ്ങോട്ട് വലിയ ഡീപ്പായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇതിപ്പോ എന്തപ്പോ പറയാനുള്ളത് അല്ലേ? അതാണ് ഞാൻ ആലോചിക്കണത്. വീഡിയോ എടുത്താൽ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഈ വീഡിയോ എടുക്കണതിൽ ഒരു ഗുണമുണ്ട്. നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോ, അതായത് ഇപ്പൊ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വായാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാനൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആണ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അതായത് കാണുന്നത് കുറച്ച് 10-40 പേരാണോ അല്ലെ 20 പേരാണോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഒരാളാണ് വെച്ചെങ്കിലും അൽഹംദുലില്ലാ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അതാ ഒരാളെങ്കിലും കാണുന്നുണ്ടല്ലോ. അപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് അധികം പെട്ടെന്ന് ഒരാളായിട്ട് കമ്പനി കൂടാനോ അല്ലാച്ചെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല. എനിക്ക് എന്റെ ടൈപ്പ് ഓഫ് ആളിനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ അടിച്ച് പൊളിച്ച് അവരായിട്ട് വർത്താനം പറയും. കാരണം നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ അവർക്ക് നമ്മളെ തിരിച്ചു പറയണത് മനസ്സിലാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്നാലേ ആ കോൺവെർസേഷൻ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനത്തെ ആൾക്കാരനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യം. അപ്പൊ അങ്ങനെ ആൾക്കാര് കിട്ടട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതായത് കേൾക്കാനും പറയാനും ഒക്കെ നിങ്ങൾക്കൊരു മനസ്സിലാക്കുന്ന ഒരാളിനെ കിട്ടട്ടെ കേട്ടോ. ഞാനത് എപ്പോഴും ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരാളിനെ കിട്ടി, പക്ഷെ അത് അധികം വർക്കൗട്ട് ആവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അത് വേറൊരു റീസൺ ആണ്, ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞാൽ എപ്പോഴും, അതായത് കഴിഞ്ഞ ആഴ്ച ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ചില ദിവസങ്ങളിൽ ചെയ്യും. കാരണം നമ്മൾ ഫ്രിഡ്ജ് കാര്യങ്ങൾ അതൊക്കെ ഓൾറെഡി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പൊ അത് കാരണമൊന്നും ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ റൂം ഫ്രഷ്നർ അടിക്കുക എന്ന് പറയുന്നത്. റൂം ഫ്രഷ്നർ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹൈ ക്വാളിറ്റി സാധനം എന്നല്ല. നമ്മളുടെ ഈ കംഫർട്ട് ഉണ്ടല്ലോ, കംഫർട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങണ്ട് നല്ലതുപോലെ കുലുക്കിങ്ങണ്ട് സ്പ്രേ ബോട്ടിലാക്കിങ്ങണ്ട് ഇങ്ങനെ എല്ലാ കർട്ടൻ അതുപോലെയുള്ള എല്ലാറ്റിലും നമ്മൾ അടിച്ചു വിടും കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഒരു റൂം, ആ കംഫർട്ട്, പ്രത്യേകിച്ച് നീല കംഫർട്ടിന്റെ മണം എനിക്ക് അയ്യോ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കംഫർട്ടിൽ എനിക്ക് നീല കംഫർട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് കംഫർട്ട് എന്താണ്? റോസ് ആണോ? റോസ് നീലേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. ഞങ്ങൾ അത് രണ്ടും മാത്രമേ മേടിച്ചിട്ടുള്ളൂ, അതായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് വീട് ഫുള്ളായിട്ട് മണക്കും. എന്താണെന്നറിയോ, നിങ്ങൾക്ക് റോസാണ് ഇഷ്ടം, റോസും അതുപോലെ മേടിച്ചിട്ട് ഒന്ന് ചെയ്താൽ മതി. അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് എന്താണെന്നറിയോ, ഇത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് ഒരു തവണ കയ്യിൽ നിന്ന് പോയിട്ടേ എത്ര ദിവസം ആ മണം നിന്നറിയോ. എന്തായാലും അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ നമ്മളുടെ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് റാഹത്തായി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആയിങ്ങണ്ട് ഞാൻ ഇത്തിരി വെള്ളവും കുടിച്ച് പിന്നെ നമസ്കാരവും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. ഭക്ഷണം മീൻകറിയും ചോറുമാണ് കേട്ടോ. അടിപൊളി മീൻകറിയാണ്. ഞാൻ ഇതിന്റെ റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. തലേ ദിവസത്തെ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ
അറിയാലോ ഇമാതിരി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ മാതിരി തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാം. അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത